ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് 20 വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഈ സാധനങ്ങൾ എപ്പോഴും നമ്മൾ വറക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറക്കാൻ. ഈ മുളകിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊടുമ്പോൾ നല്ല ചൂട് ഇതിൽ നിൽക്കണം. നമുക്കിതിങ്ങനെ കൈ കൊണ്ട് തൊടാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതാ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒരു 3 ടീസ്പൂണ് മല്ലി, പിന്നെ ഞാൻ ഇതിലേക്ക് ആ ടീസ്പൂണിൽ തന്നെ 2 ടീസ്പൂണ് കടലപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂണ് ഉഴുന്ന്, 1 ടീസ്പൂണ് തുവരപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂണ് അരിയാണ് കേട്ടോ. അരി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറുവ അരിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ. ഇനി കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടി വേണം. ഒരു കയ്യിൽ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരും. ഇപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ നന്നായി മൊരിഞ്ഞ് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം. ഞാനും കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയൊക്കെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. പക്ഷേ ഇതിൻ്റെ റെസിപ്പി അറിഞ്ഞത് മുതൽക്ക് ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിൽ വന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സാമ്പാർ പൊടിയുടെ ആ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടില്ലേ ആ മുളക്, അത് ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അത്രേ വേണ്ടൂ. ഇത് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ കട്ടയാണുള്ളതെങ്കിൽ നിങ്ങൾക്കത് ഒരു പാനിൽ വെച്ച് ചൂടാക്കി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണിൽ 2.5 ടീസ്പൂൺ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ദേ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് ഇതിന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ സാമ്പാർ പൊടി ഇതുപോലെ ചില്ലിൻ്റെ ഒരു ജാറിലേക്കാണ് കേട്ടോ ഞാൻ ആക്കി വയ്ക്കുന്നത്. നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മളിത് അടച്ചു വെക്കണം. ഇതിപ്പോൾ നമുക്ക് 1 മാസമൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതുപോലെ കുറേശ്ശെ പൊടിച്ച് വയ്ക്കുകയാണ് പതിവ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക്